നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോള്. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ റോക്കറ്റ് പോലെ കുതിച്ചു വരികയാണ്. സാധാരണ ഇപ്പോൾ കറികളിൽ അരയ്ക്കുവാൻ വളരെ പ്രയാസപ്പെടേണ്ടി വരും, വിഷമിക്കേണ്ടി വരും. കാരണം റോക്കറ്റ് പോലെ കുതിച്ചിരുന്ന തേങ്ങയുടെ വില കേട്ടാൽ. അതുപോലെ വെളിച്ചെണ്ണയുടെ വിലയും റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ കിട്ടാത്തത് കൊണ്ട് വെളിച്ചെണ്ണ മില്ലുകളിൽ പോലും ഉൽപ്പാദനം ശരിയായിട്ട് നടക്കുന്നില്ല. ഇപ്പോൾ നല്ല ഉൾക്കട്ടിയുള്ള നാടൻ തേങ്ങ കിട്ടണമെങ്കിൽ കിലോയുടെ പുറത്ത് 85 രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത് കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. അതുപോലെ വെളിച്ചെണ്ണയുടെ 1 ലിറ്റർ വാങ്ങിക്കണമെങ്കിൽ 300 പുറത്താണ് 1 ലിറ്ററിന്. അതുപോലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ വെണ്ടയ്ക്ക 1 കിലോ 60 മുതൽ 65, വെള്ളരി 20 മുതൽ 25, വെള്ളക്കപ്പ 1 കിലോ 20, വഴുതന 1 കിലോ 30 മുതൽ 40, റോബസ്റ്റ പച്ചച്ചിങ്ങൻ 20 മുതൽ 35, റെഡ് ലേഡി 35, പുളി 1 കിലോ 160, പൂവൻ 1 കിലോ 30 34, പയർ 1 കിലോ 55 മുതൽ 81, പാഷൻ ഫ്രൂട്ട് 1 കിലോ 70 മുതൽ 110, ന്യൂസ് പേപ്പർ കിലോ 20, പാളയംകോടൻ അത് 1 കിലോ 5 മുതൽ 20 വരെ, പടവലം 1 കിലോ 40 മുതൽ 49, പാവയ്ക്ക 70 മുതൽ 89, ഞാലിപ്പൂവൻ 1 കിലോ 33 46, നേന്ത്രൻ 1 കിലോ 56 മുതൽ 71 വരെയാണ് ഓടുന്നത്. മഞ്ഞൾ 1 കിലോ, പച്ചമഞ്ഞൾ 1 കിലോ 28, കുമ്പളം 1 കിലോ 55 മുതൽ 62, കോവയ്ക്ക 30 മുതൽ 35 1 കിലോ, കാവേരി 1 കിലോ 8, കറിനാരങ്ങ 1 കിലോ 25, കറിക്കുല 1 കിലോ 15 മുതൽ 25, കപ്പ 35 മുതൽ 53, കണ്ണൻ 1 കിലോ 10 മുതൽ 13, കദളി കിലോ 50, കാച്ചിൽ കിലോ 31 മുതൽ 40, ഇഞ്ചി 1 കിലോ 125 മുതൽ 150, കുക്കമ്പർ 1 കിലോ 40 മുതൽ 55, ചുരയ്ക്ക 1 കിലോ 12 മുതൽ 15, മുളക് 250 മുതൽ 300, ചേന 1 കിലോ 75, ചേമ്പ് 45, ചീര ചുവപ്പ് 1 കിലോ 46, ചീര പച്ച 1 കിലോ 15, ചീനി 1 കിലോ 20 മുതൽ 21, ചക്ക 90 മുതൽ 160 പെർ പീസാണ്, ആത്ത 1 കിലോ 80. ഈ വില വിവരങ്ങൾ നമ്മുടെ കടയിൽ വന്നപ്പോഴുള്ള വില വിവരങ്ങളാണ്. ഒന്ന് തേങ്ങയും വെളിച്ചെണ്ണയും, മറ്റേത് തലപ്പൂര് നടന്ന കാർഷിക വിപണിയിൽ നടന്ന വില വിവരങ്ങളാണ്. ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി. ഒപ്പം ലൈക്കും കമൻസും ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും. കടയിൽ പോയി സാധനം വാങ്ങിക്കുമ്പോൾ അവരവിടെ ലാഭം എടുത്താണ് വിൽപ്പന നടത്തുന്നത്. അവർക്ക് പഞ്ചായത്ത് ടാക്സും മറ്റും കടവാടയും കറണ്ട് ചാർജോടും ഉൾപ്പെടെയുള്ള ലാഭം എടുത്തായിരിക്കും അവർ കച്ചവടം നടത്തുന്നത്.